ഞാൻ പറയട്ടെ, ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വിടില്ല. ഇനിയിപ്പോ രക്തബന്ധങ്ങളാന്ന് പറഞ്ഞാൽ പോലും അവിടെ അങ്ങനെ ഒരു സർജറി നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള അധികൃതർ ആരും അത് പുറത്ത് വിടില്ല. തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. അപ്പൊ ജാസി സർജറി ചെയ്ത ഈ ജാസിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലേഡി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുവാണ്. ഇവർ വന്നിരുന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജാസിയെ വെളുപ്പിക്കുവാണ്. അങ്ങനെ ഒരു സർജറി നടന്നിട്ടുണ്ടെന്നും ആ സർജറി ചെയ്യുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തി കൂടെ ഉണ്ടായിരുന്നുവെന്നും പിന്നെ ഹെലൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത്. എന്നാൽ ഇവർക്കിത് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് ഞാനിവിടെ ചോദിക്കുന്നത്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ ശ്രീലക്ഷ്മിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ പറയട്ടെ, ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വിടില്ല. ഇനിയിപ്പോ രക്തബന്ധങ്ങളാന്ന് പറഞ്ഞാൽ പോലും അവിടെ അങ്ങനെ ഒരു സർജറി നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള അധികൃതർ ആരും അത് പുറത്ത് വിടില്ല. അങ്ങനെ വിടാൻ ഒരു നിയമമില്ല. ഈ ഹോസ്പിറ്റലുകാരോട് സംസാരിക്കുന്ന ഫുള്ള് വോയിസ് ബൈജുവേട്ടന്റെ ചാനലിൽ കിടപ്പുണ്ട്. ബൈജൂസ് ബ്ലോഗ് എന്നും പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ചാനൽ കാണാൻ പറ്റും. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. അത് മാത്രമല്ല, പുള്ളി എന്താണ് ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ചോദിക്കുന്നത്? ബോട്ടം സർജറിയെ പറ്റിയിട്ടാണ്. അവിടെ ബോട്ടം സർജറി നടത്തത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ പറയുകയും ചെയ്ത്. പിന്നെയും എന്തിനാണ് ഇത് വളച്ചൊടിച്ചിട്ട് വേറൊരു രീതിയിൽ നീയൊക്കെ കൊണ്ടുപോകുന്നത്? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. ജാസി എന്ന് പറയുന്ന ഒരുത്തൻ പബ്ലിക്കിന്റെ മുന്നിൽ എന്താ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്? അവൻ ബോട്ടം സർജറി ചെയ്തു എന്നുള്ള രീതിയിൽ പബ്ലിക്കിനെ വരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കിയത്. ആ ഒരു സാധനമാണ് നമ്മളിവിടെ പൊളിച്ചടിക്കിയത്. പിന്നെ വന്നിരുന്ന് മെഴുകാൻ ശ്രമിക്കല്ലേ. പിന്നെ ഈ കിടന്ന് പറയുന്നവരൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ജാസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും അങ്ങ് ബുദ്ധിമുട്ടിയിട്ട് ഓരോരുത്തരെ വെച്ചിട്ട് ഫോണിൽ സംസാരിപ്പിക്കേണ്ട ഗതികേട് ഇവിടെ ഒരു മനുഷ്യർക്കും ഇല്ല. അതായത് ഇത് വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് നേട്ടത്തിനാണ്? അല്ലാതെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ന്യൂസ് അല്ല അത്. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. അതൊന്നും ഹോസ്പിറ്റലിൽ പ്ലാൻ ചെയ്തിട്ട് കോളുകൾ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ആണ് നമ്മൾ കേട്ടത്. ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഇവർക്ക് തലയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള അസുഖമുണ്ട്. ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വായിനോക്കി ഉണ്ടല്ലോ, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനെ വെച്ച് കല്യാണം കഴിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ വ്യക്തിയായി വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള ഡയലോഗ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്ത് മാത്രം ഉണ്ടെന്ന്. ഇത് തരം താന്ന ഒരു കാര്യമാണ്. മരിച്ചുപോയ അച്ഛനാണ് ജാസിയുടെ. തന്തയ്ക്കും തരവഴിക്കും വിളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയോടൊന്നും ജാസി ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യമാണ്. ജാസിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും ജാസിയുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഉമ്മയൊക്കെയാണ് എത്ര സ്നേഹത്തോടെ എന്നോട് സംസാരിക്കാറുണ്ട്. അത്രമാത്രം ജാസി സ്നേഹിക്കുന്നതാണ് അവരെ. ഇപ്പം ബാബയുടെ കാര്യമാണെങ്കിലും ജാസി എപ്പോൾ പറഞ്ഞാലും ജാസിയുടെ കണ്ണെന്നറിയും. ജാസി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്നിട്ടും പ്രതികരിക്കാതിരിക്കുന്നു കുട്ടി. എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മുടെ തന്തയ്ക്കും തരവഴിക്കും ഇങ്ങനെ വിളിക്കുമ്പോ. എന്ത് കാരണം? വൈറലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ഇല്ല. ജാസി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടല്ലോ. ഹെലനോസ് പാട്ടാണ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹെലൻ ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്? ഒരു വായി നോക്കി പിടിച്ച് നിർത്തി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് നിങ്ങൾ. അത്രയും ഗതികെട്ട പരിപാടിയൊന്നും ഹെലന് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരത്തിയുടെ ചാനൽ നോക്കിയാലും പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാലും എത്ര മില്യൺ ഓരോ വീഡിയോസൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അവൾക്ക് ഇതിൻ്റെ ഒരു ഗതികേടില്ല. അവൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനും നിൽക്കത്തില്ല. അനാവശ്യമായിട്ട് ഹെലൻ്റെ പേര് ഇവിടെ വലിച്ചഴച്ചതിൻ്റെ പേരിലാണ് ഹെലൻ ഈ ഒരു വിഷയത്തിൽ വന്ന് റിയാക്ട് ചെയ്തത്. അവൾ റിയാക്ട് ചെയ്ത രീതി ഒട്ടും ശരിയല്ലെന്ന് ഇവിടെ ഒരു മനുഷ്യരും പറയത്തില്ല. എല്ലാവരും സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. കാര്യം എന്താ? ജാസി എന്ന് പറയുന്ന ഒരുത്താൻ അമ്മാതിരി തോന്നിയാസമായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ജാസിയെ സർജറിക്ക് കയറ്റുമ്പോഴും ഞാൻ കൂടെ നിൽപ്പുണ്ട്. ജാസിയുടെ സർജറി നടക്കുന്ന സമയത്ത് അതിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. ആരിനി അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ് ജാസിയുടെ കൂടെ ആദ്യം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. കുറച്ചു മുമ്പ് ജാസി എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പൊ ആ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. സർജറി ചെയ്തത് തന്നെയാണ്. അങ്ങനെ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ച് പറയണം എന്ത് സർജറി ചെയ്തതെന്ന്. അല്ലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കാണിക്കണം. അതാണ് ഒരു അന്തസ്. ഇത് അതും ഇല്ല ഇതും ഇല്ലാതെ ചുമ്മാ വന്നിരുന്ന നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ജാസി ഇവിടെ ഒരു സർജറിയും ചെയ്തിട്ടില്ല. ചുമ്മാ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരമായിട്ടും ഹെലൻ ഒരു മറുപടി കൊടുത്തോ? എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എൻ്റെ ഭാഗത്ത് കള്ളത്തരം ഉണ്ടെന്ന്? ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസി കുട്ടിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ? ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രഗ്നന്റ് അല്ല, ഈ പ്രഗ്നന്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെന്താ? കുട്ടിക്ക് ജന്മം നൽകാനല്ലേ പ്രഗ്നന്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്? ഈ എത്രത്തോളം ബോധം ഉണ്ടെന്നൊന്ന് ആലോചിക്കും ഇവർക്കൊക്കെ. ജാസിയുടെ കൂടെ ഉള്ള സകല എണ്ണവും കണക്കാണ്.
എന്തുവാ വന്നിരുന്ന് വിളിച്ച് പറയുന്നത് നീയൊക്കെ? ഏതെല്ലാം രീതിയിലാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടോ? ഓരോ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ജാസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. കൊണ്ടുവന്ന് കേസ് കൊടുക്കാതെ നോക്കിക്കോ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കിടന്ന് ഓടേണ്ടി വരും. കാര്യം പബ്ലിക്കിനെ വരെ വന്നിരുന്ന് കബളിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഹോസ്പിറ്റലുകാർ കേസ് കൊടുക്കേണ്ട കേസാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ പക്ഷേ അവരെന്തോ അവരുടെ മാന്യത വെച്ചിട്ട് അവർ കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ ജാസി പിടിച്ച് അകത്തിടാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. കാര്യം ഹോസ്പിറ്റലിനെ വരെ ചീത്തപ്പേരുണ്ടാക്കുന്ന പരിപാടിയാണ് ജാസി കാണിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ എവിടെന്നേലും എടുത്തു വളർത്താനായിരിക്കും. അങ്ങനെ പല തീരുമാനങ്ങൾ കാണും ജാസിക്ക്. എൻ്റെ പൊന്നു മോളെ, നീ പോയിട്ട് ജാസിയുടെ വീഡിയോ എടുത്ത് നോക്ക്. ജാസി പറയുന്നുണ്ട് ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഉമ്മയും കൊണ്ട് വാപ്പയും കൊണ്ടൊക്കെ പിടിച്ച് ആണയിടുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ യവൻ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. ഇവർക്കൊക്കെ എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഇവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തുണി മാടി കാണിച്ചു കൊടുത്ത് ജാസി ഒരു പരിചയമില്ലാത്ത എന്താണ് പറയുന്നത്? ആണല്ല പെണ്ണല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിയുടെ ഫ്രണ്ട് ആയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ജാസി പബ്ലിക്കിൻ്റെ മുന്നിൽ ഹെലനെ വലിച്ചിടത്തില്ലായിരുന്നു. ഹെലൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേണക്ക് വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മൾ വന്നിരുന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയത്തൊന്നുമില്ല. 1 മില്യൺ ഉള്ള ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അനാവശ്യമായിട്ട് അവളുടെ പേര് വലിച്ചിട്ടതിൻ്റെ പേരിലാണ് അവൾ വന്ന് ചീത്ത വിളിച്ചത്. അല്ല വേറെ ഒരു കാര്യമില്ല. അവൾ ചീത്ത വിളിച്ചതിനകത്ത് യാതൊരു തെറ്റുമില്ല. രണ്ട് വിളിയും കൂടെ കൂടുതൽ വിളിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ്സ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് നാട്ടുകാരെ വിളിച്ച് കാണിക്കുന്ന എന്തിനാ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൺസെന്റ് ഇല്ല നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത്. അങ്ങനെ അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലേ? ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് വീഡിയോ ഓണാക്കെന്നും പറഞ്ഞിട്ട് തുണി പോക്കി കാണിച്ചു കൊടുക്കുന്നതാണോ നല്ലൊരു പരിപാടി? അതിനൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. കാണിച്ചു തരുന്നില്ല. ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. അല്ല ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് കാണിച്ചതാണ് എന്ന്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് കാണിച്ച വിഷയമാണെങ്കിൽ അത് നിങ്ങളുടെ ഇടയിൽ തന്നെ വെക്കണം. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അത് കൊട്ടിക്കോശിക്കാനായിട്ട് നിൽക്കരുത്. ഏത് രീതിയിലാണ് ഈ ജാസിയൊക്കെ ന്യായീകരിക്കാൻ നോക്കുന്നതെന്ന് എനിക്ക് തോന്നി. കേരളത്തിൽ ഈ ഒരു പെൺകുട്ടി മാത്രമേ കാണത്തുള്ളൂ ഈ ജാസിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ വേറെ ആര് സപ്പോർട്ട് ചെയ്യും? അവൻ എന്തെല്ലാം പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്? പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ട് സകല സ്ത്രീകളെ അപമാനിക്കുന്ന പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്? ഒരു രീതിയിൽ ഈ ജാസിയെ പോലെയുള്ള ഒരുത്തന്മാരെയും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. ഇവരുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ എത്ര മര്യാദയായിട്ടുള്ള നല്ല ആൾക്കാരുണ്ടെന്നറിയോ? അവരുടെ എല്ലാവരുടെയും പേര് കളയാനായിട്ട് ഇറങ്ങി തിരിച്ചു വരുത്താനാണ് അവൻ. അതെ, തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എവിടെയോ കിടക്കുകയായിരുന്നു, പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക്ക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടി. അയ്യോ, കണ്ടന്റ് ഇല്ലാതെ അവൾ കിടന്ന് കഷ്ടപ്പെടുവല്ലായിരുന്നു. അവൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാനോ റീച്ച് ഉണ്ടാക്കാനോ ആണെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പൊന്നു മക്കളെ. ആ പഴയ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പറയുന്ന വ്യക്തികളൊക്കെ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരൊക്കെ കയറി പറ്റിയതെന്നും കൂടെ നിങ്ങളൊക്കെ ആലോചിക്കണം. എന്ത് യോഗ്യതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ളവരെ വന്നിരുന്ന് കുറ്റം പറയാനായിട്ട്. ജാസിക്ക് സ്ത്രീ ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ജാസിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. താഴെ സർജറി ചെയ്യേണ്ട എങ്ങനെ ജാസി പെണ്ണായി ജീവിക്കും? അത് ഇയാളോട് പറയണോ? താഴെ സർജറി ചെയ്തോ മേൽ സർജറി ചെയ്തോ എന്നല്ല ഇയാളോട് പറയണോ? അത് ഇയാളോട് പറയണോ താഴെ സർജറി ചെയ്തോ മോളിൽ സർജറി ചെയ്തോ എന്ന്? പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് അവൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സാഡ് BGM കുത്തി കയറ്റിയിട്ട് വന്ന് വീഡിയോ ഇട്ടത്? ആളുകളുടെ വാക്കിനെക്കാട്ടി മൂർച്ചയില്ല ഡോക്ടർ വെക്കുന്ന കത്തിക്ക് ഞാൻ സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വന്ന് വീഡിയോ ചെയ്തേക്കുന്നത് യാതൊരു ഉളുപ്പവും ഇല്ലാതെ. എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്ന രീതി കണ്ടില്ലേ? അത് നിങ്ങളോട് പറയണമെന്ന്. അങ്ങനെ പറയണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു. ജാസിയുടെ വ്യക്തിപരമായ കാര്യമല്ലേ? ഇയാളോട് വന്നിട്ട് പറയണോ ഞാൻ? അല്ല, എങ്ങനെ പെണ്ണായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ സർജറി രണ്ടും ചെയ്യണം. പറയുന്ന ആൾക്കാരൊക്കെ പെണ്ണുങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? സ്ത്രീ എന്നൊരു പേര് പറഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? സ്ത്രീകളെ പോലെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത ആൾക്കാരാണല്ലോ ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ജാസി സർജറി ചെയ്തോ ഇല്ലെന്ന് ഇയാൾ കണ്ടോ? ഇയാളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണല്ലോ പറയുന്നത്. ആണും പെണ്ണും കെട്ടതാ പറയുന്നത് കേട്ടിട്ട് എന്തിനാ ഈ വാല് പിടിച്ച് നടക്കാൻ പോന്നേ? ആരോ പറയുന്നത് കേട്ടിട്ട് എന്തിനാണ് വാലെ പിടിച്ച് നടക്കാൻ പോകുന്നത്? ഇവരെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല കേട്ടോ. ഇവരെയൊക്കെ ഇപ്പോഴും സ്റ്റിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കേണ്ടത്. ഈ നിമിഷം വരെ ജാസിക്ക് കമാന്ന് ഒരു അക്ഷരം മിണ്ടണ്ട. ഇനി ഈ ജാസിയെ പറ്റിയിട്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആൾക്കാർ പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഹലോ, നമസ്കാരം. ഞാൻ പൊതുവേ ഇങ്ങനെ ഓൺലൈൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുറച്ച്
വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്കിത് പറയാതെ പോകുന്നതിൽ വളരെ ദുഃഖമുണ്ട്. കാരണം കേരളത്തിൽ ഈ കുറച്ച് നാളുകളായിട്ട് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പുള്ളി കേരളത്തിൽ കുറച്ച് നാളായിട്ട് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി, അങ്ങനെയല്ല പറയേണ്ടത്, ഒരു പൊതുശല്യം, അതാ പറയേണ്ടത്. ട്രാൻസ് ആണെന്ന് അഭിപ്രായപ്പെടുന്നു, ട്രാൻസ് അല്ല എന്ന് അഭിപ്രായപ്പെടുന്നു, ഫീമെയിൽ ആണെന്ന് പറയുന്നു, മെയിൽ ആണെന്ന് പറയുന്നു. ജെൻഡറിൽ ഏതെങ്കിലും ഒരു ജെൻഡറിൽ ഉറച്ചു നിൽക്കാതെ വളരെ മോശമായ രീതിയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് നമ്മളൊക്കെ അത്രയും കഷ്ടപ്പെട്ടു സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു, ജീവിതത്തിന് മുന്നിൽ നമ്മൾ ഫൈറ്റ് ചെയ്തു, സമൂഹത്തിന് മുന്നിൽ ഫൈറ്റ് ചെയ്തു, മുഖ്യധാര സമൂഹത്തിൽ എത്തിപ്പെടുവാനും ജീവിക്കാനും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇത്രയും മോശമായ രീതിയിൽ ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ജാസിയുടെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായുള്ള ഒരു പ്രവൃത്തി, അതിനെ ഏറ്റെടുത്ത് കുറേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ, വമ്പന്മാരൊക്കെ. ശ്രീലക്ഷ്മി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ? ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇതിനെന്തെങ്കിലും മറുപടി കൊടുക്കാനുണ്ടോ? നിങ്ങളെല്ലാവരെയും നിങ്ങളങ്ങ് വിട്ടുതരാം, നമ്മൾ റീച്ചിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ തന്നെ അങ്ങ് വെച്ചോ. പക്ഷേ ഇവരൊക്കെ വന്ന് പറയുന്നതിന് നിനക്കൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? ജാസി എന്ന് പറയുന്ന ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന തോന്നിവാസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്നത്. ഒരു രീതിയിൽ ഇവരാരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഉളുപ്പുമില്ലാതെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. അതിനെ പ്രയത്നിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ ദുഃഖകരവും ഖേദകരവുമുണ്ട്. കാരണം ജാസി ഗർഭിണിയാണെന്ന് ഒരു പശ്ചാത്തലത്തിൽ ഒരു വീഡിയോകളിലൊക്കെ ചെയ്യുന്നു. കുറേ റീസെൻ്റ്ലി പറയും, ഞാൻ സത്യമാണ്, ഞാൻ ഉമ്മയെ കൊണ്ടും വാപ്പയെ കൊണ്ടൊക്കെ സത്യം ചെയ്ത് പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന്. എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൻ ഗർഭിണിയാവുന്നത്? എങ്ങനെയാണ് ജാസിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുന്നത്? ജാസിക്ക് എന്തോ യൂട്രസ് ഉണ്ടോ? അല്ലെങ്കിൽ ജാസിക്ക് എല്ലാ മാസവും പീരീഡ്സ് വരുമോ? ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധവും വിവരമൊന്നും ഇല്ലേടെ. അപ്പോൾ ഇവർ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ഇവർ നോക്കിക്കൊണ്ടിരുന്നത്? ഇതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുന്നത്? അല്ലാതെ ഇവരുടെ സെക്ഷ്വാലിറ്റിയെ കളിയാക്കിയോ അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസിനെ കളിയാക്കിയോ അങ്ങനെയൊന്നും അല്ല. ഇവർ പൊതുജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് അവർക്ക് യൂട്രസ് ഉണ്ടോ, അവർക്ക് അല്ലെങ്കിൽ മെൻസസ് ആവോ, അത്തരത്തിലുള്ള ഒരു നടപടികളും ഇല്ലാതെ ഇൻ ബോൺ ഓഫ് ബർത്ത് മെയിലായിട്ട് ജനിക്കുന്ന ഞങ്ങൾ നമ്മുടെ ജനകീയ മാറ്റം കൊണ്ടും അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റത്തെ അതിനോടൊത്ത് യോജിച്ചാണ് ഞങ്ങൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഫീമെയിലായി ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത്തരത്തിൽ ശ്രമിക്കുന്ന നമ്മളെ മൊത്തം അപമാനിക്കുന്ന തരത്തിലുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെയും ട്രാൻസ്ജെൻഡർ സമൂഹത്തെയും മൊത്തം അപമാനിക്കുന്ന രീതിയിലുള്ള ജാസിയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ജാസി എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധ വൈരാഗ്യമോ അല്ലെങ്കിൽ യാതൊരു വിധ അസൂയോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പറയും. ട്രാൻസ് കമ്മ്യൂണിറ്റി മൊത്തം അവരെ മോശമായി ചിത്രീകരിക്കുന്നു, മോശമായി പറയുന്നു എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ജെൻഡറായ ഒരു ട്രാൻസ് സമൂഹം മൊത്തം ജാസിക്ക് എതിരായി നിൽക്കുന്നതെന്ന് വെച്ചാൽ ജാസിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് അത് തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. അത്തരത്തിൽ കൊണ്ടാണ് കേട്ടല്ലോ, തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ജാസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന്. ഇത് തന്നെയാണ് എല്ലാവരും, അതായത് ഈ കമ്മ്യൂണിറ്റിപ്പെട്ട എല്ലാവരും പറയുന്നത്. ഇവനെ ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇനിയെങ്കിലും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ജാസിയെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനായിട്ട്? സോഷ്യൽ മീഡിയ മൊത്തം 1-2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ഇവൻ്റെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. കാര്യം ഇവൻ അത്രത്തോളം പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക ആരെങ്കിലും, അതാ ഇവിടെ ചെയ്യേണ്ടത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.